Konnichiwa minasan, the beginning of the Indian സീസൺ 6ന്റെ എപ്പിസോഡ് 8ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ടിവിറ്റിയുടെ കറണ്ട് കുറച്ച് ചാപ്റ്റേഴ്സ് ബോറിംഗ് ആണെന്ന് പലരും പറയുന്നുണ്ട്. കാര്യം ഇതൊരു എയർലി സ്റ്റേജിലാണ്. പക്ഷേ ഇത് വായിച്ചവർ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും കണ്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആബ്സൊല്യൂട്ട് പീക്കുള്ള ഐറ്റംസ് ആണ് വരാൻ പോകുന്നത്. അത് മാത്രമല്ല, നമ്മൾ ശരിക്കും മൈൻഡ് ബ്ലോയിങ് ആയുള്ള കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഈ ഒരു കഥയിലുണ്ട്. അതൊന്നും മിസ്സാക്കിയിരിക്കാൻ വേണ്ടി നമ്മുടെ വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് റാഡിസോടെ അവിടെ നിപ്പുണ്ടായിരുന്നു. റാഡിസിനെ വിളിച്ചോണ്ട് ആർത്തറിന്റെ അകത്തേക്ക് കയറി. ആർത്തറിനെ കാണുന്ന നേരത്ത് തന്നെ അവൻ പറയുകയും ചെയ്യും, നിന്റെ സമയം എനിക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ ഞാൻ നന്ദി പറയുന്നു. അപ്പം ഞാൻ തുടങ്ങട്ടെ. തുടങ്ങാനോ? എന്തു തുടങ്ങാൻ? പെട്ടെന്നാണ് അവൻ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ തുടങ്ങിയത്. അത് കേട്ടപ്പോൾ തന്നെ ആർത്തറന്ന് ഞെട്ടി. അതിങ്ങനെയായിരുന്നു. എളിയ പശ്ചാത്തലത്തിൽ ജനിച്ചൊരു പയ്യൻ ഒരു പാവപ്പെട്ട ചെറിയ പട്ടണത്തിൽ കീറി പറഞ്ഞ തുണിയിൽ പൊതിഞ്ഞാണ് അവൻ ജനിച്ചത്. അതിലുള്ളിൽ അവൻ അതിലുമൊക്കെ വലുതായിരുന്നു. പ്രശസ്തമായ ഒരു ജീവനായി അതിൽ നിന്ന് ജനിച്ചവൻ. ആ ബാലന് രൂപഭംഗിയുണ്ടായിരുന്നു, ഒപ്പം അവന് കരുത്തുമുണ്ടായിരുന്നു. അവന്റെ അമ്മ ഈ ലോകത്തിനെ പറ്റി അവനെ പഠിപ്പിച്ചു. അവന്റെ അച്ഛൻ അവനെ പോരാടാൻ പഠിപ്പിച്ചു. ആ ബാലന്റെ ഉള്ളിലെ അഗ്നിയെ ഇനി തളച്ചിടാൻ തങ്ങൾക്കാവില്ലെന്ന് അവന്റെ രക്തത്തിന് നന്നായി അറിയാമായിരുന്നു. ഒരു രാജാവിന്റെ ചിതയിൽ എന്ന പോലെ അവൻ അവനിൽ തന്നെ ഒരു ആവേശത്തോടെ ജ്വലിക്കുന്നുണ്ടായിരുന്നു. അതിനാൽ അവർ തങ്ങളുടെ സാധനങ്ങളും മറ്റും എടുത്തുകൊണ്ട് ഒരു കൊച്ചു പട്ടണത്തിലേക്ക് ആശംസകൾ നേർന്നുകൊണ്ട് നടക്കാനായിട്ട് തുടങ്ങി. എല്ലാ കഥയിലുമുള്ള പോലെ ഒരു ദുരന്തം അവിടെയും സംഭവിച്ചു. അവൻ തകർന്നില്ല, അവൻ ഭയപ്പെട്ടില്ല. എല്ലാ കഥയെന്ന പോലെ അവൻ മുന്നിലേക്ക് തന്നെ പോയി. ഒരു നായകൻ ഒരിക്കലും പിന്മാറത്തില്ല. അവൻ വളർന്നുകൊണ്ടേയിരുന്നു. ഭാവിയിലെ വീര, നിന്റെ ശത്രു സമയവും സ്ഥലവും ഒരുപോലെ താണ്ടി വന്നവൻ യഥാർത്ഥത്തിൽ നിന്നേക്കാൾ മിടുക്കനാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു പക്ഷേ ഒരു സുന്ദരിയായ കന്യകയുടെ തിളങ്ങുന്ന പോരാളിയായിരിക്കാം. മറ്റൊരാൾക്ക് അതൊരു മാരകമായ വിപത്താണ്. എന്നാൽ ഇരുട്ടിന്റെയും വെളിച്ചത്തിന്റെയും പക്ഷങ്ങൾ എങ്ങനെയാണ് നിർണയിക്കപ്പെടുന്നത്? അത് നിർണയിക്കപ്പെടുന്നത് അവസാനം ജയിക്കുന്നതാരാണോ അവരിൽ നിന്നാണെന്നും പറഞ്ഞിട്ട് റേഡിയസ് തന്റെ കയ്യിൽ കയറി പിടിച്ചു. അടുത്ത സെക്കൻഡ് തന്നെ അവന് നേരെ വലിച്ചെറിഞ്ഞു. ഒരു മനുഷ്യന്റെ കൈയുടെ ചൂട് ഞാൻ മറന്നിരുന്നു. നീ ഇവിടെ സമയം പങ്കിടാൻ തുടങ്ങിയതിനു ശേഷം നീ എന്താ അൺബാലൻസ് ആയിപ്പെട്ടോ? അൺബാലൻസ് അല്ലേ? ഞാൻ ഭ്രാന്തനായില്ല, ഞാൻ വിട്ടിയായില്ല, ഞാൻ മണ്ടനായില്ല, ഞാൻ അൺബാലൻസ് ആയിപ്പെട്ടെന്നാണല്ലേ നീ പറയുന്നത്? ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ നീ ഇപ്പൊ എടുക്കാത്തത് നിന്റെ ഫ്രീ വില്ലാണെന്നറിയാം. അതിലുപരി അതൊരു പ്രോസോ കവിതയോ എങ്ങനെ വേണമെങ്കിലും നിനക്കത് ഇഗ്നോർ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാനത് പറഞ്ഞത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലോട്ടാണ്. എനിക്കറിയാം എന്റെ കവിതയ്ക്ക് വലിയ അർത്ഥമൊന്നും കാണത്തില്ല, അത് വാക്കുകളാണെങ്കിൽ കൂടിയും അത് നീ പറഞ്ഞ പോലെ അൺബാലൻസ് ആയുള്ള ഒരു മനുഷ്യന്റെ പ്രതികാരമാണെങ്കിലോ. എന്റെ കവിത അത്ര വല്ല ക്യാച്ചിങ് ആയിരിക്കത്തില്ല, എന്നാൽ അതിലെ വരി നിനക്ക് വ്യക്തമായി തന്നെ മനസ്സിലായി കാണുമല്ലോ. അടുത്ത സെക്കൻഡ് അവനെ പൊക്കിയെടുത്ത് ആ ഭിത്തിയിലേക്ക് എടുത്തടിച്ചു. എന്നിട്ട് പറയും ചെയ്യും, നിനക്ക് ഇവിടുത്തെ ഗ്രാവിറ്റി എന്താണെന്ന് മനസ്സിലായില്ല റേഡിയസ്, നീ ഇപ്പോഴും ഇവിടുത്തെ ഒരു തടവ് പുള്ളിയാണ്. അതും പറഞ്ഞുകൊണ്ട് ആർത്തർ അവിടുന്ന് ഇറങ്ങി. പിന്നെ കാണിക്കുന്നത് അവൻ അവൻ്റെ റൂമിൽ നിന്ന് എഴുതുന്നതാണ്. സത്യം പറഞ്ഞാൽ എന്നെ ഇത് വല്ലാണ്ട് അലട്ടുന്നുണ്ട്. ഞാൻ നന്നായിട്ട് ഓർക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതിലെന്തോ ഒരു മെസ്സേജ് എനിക്കുള്ളതുപോലെ, ഒരു ഹീറോനെ പറ്റി. പക്ഷേ എന്തെന്നറിഞ്ഞൂടാ, എല്ലാം ഞാനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പോലെ. പക്ഷേ അവൻ എങ്ങനെയാണ് എൻ്റെ കുട്ടിക്കാലത്തിനെ പറ്റി ഇത്ര വ്യക്തമായി തന്നെ അറിയാവുന്നത്? ആ ഒരു ട്രാജഡിയും അത് കഴിഞ്ഞ് സംഭവിച്ചതിന് എല്ലാത്തിനെ പറ്റി അവൻ പറയുന്നുണ്ട്. എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് ആ ഒരു ശത്രുവും ആ ഒരു വെളിച്ചവും ആ ഒരു ഇരുട്ടും. അവൻ എന്താണ് പറഞ്ഞു വരുന്നത്? ആ ഒരു പോരാളി അതാരാണ്? എന്നിട്ട് ദേഷ്യം എന്ന അർത്ഥർ നേരെ ചാടി എണീറ്റു. അതിനുശേഷം നേരെ ആ ഒരു പിറകിലേക്ക് കിടന്നു. ഇതിന്റെ എല്ലാം അർത്ഥം എന്താണ്? അവൻ എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നതാണോ? അങ്ങനെ പിന്നെ കാണിക്കുന്നത് പണ്ടത്തെ കാര്യമാണ്. അതായത് ആർത്തറിന്റെ കഥയില്ല, ഗ്രേയുടെ കഥയാണ്. ഒരു വലിയൊരു സ്ഥലമാണ് കാണാൻ സാധിക്കുന്നത്. പെട്ടെന്നാണ് അവനൊരു അടി കിട്ടിയത്. അല്ല, ഞാനത് ഡോഡ്ജ് ചെയ്യുന്നാണല്ലോ വിചാരിച്ചത്. അത് നീ എന്റെ വെപ്പണിൽ മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നീ ഒരാളായിട്ട് ഫൈറ്റ് ചെയ്യുന്നിടത്ത് വെപ്പണിലല്ല, നിന്റെ എതിരാളിനെ വേണം ശ്രദ്ധിക്കാനായിട്ട്. പറഞ്ഞതായിരുന്നു ലേഡി വിറ. നിനക്ക് എന്നിൽ എന്ത് വ്യത്യാസമാണ് കാണാൻ സാധിക്കുന്നത്? കുറച്ച് ബുദ്ധിയുണ്ട്. ഡാ കിടന്ന് കളിക്കല്ലേ. ആ സമയത്ത് അവളാട്ടെ അവനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മാസങ്ങൾ കടന്നു. എന്നെ അവർ ക്യാപ്ചർ ചെയ്തിട്ടും ലേഡി വിറ എന്നെ റെസ്ക്യൂ ചെയ്തിട്ടും എൻ്റെ ഇഞ്ചുറീസ് ഒക്കെ കംപ്ലീറ്റ്ലി ഹീൽ ചെയ്തു. അവളുടെ ഭാഗത്തുനിന്ന് പലതും ഞാൻ പഠിക്കുകയും ചെയ്തു. ശരിക്കും നല്ലൊരു ട്യൂട്ടർ തന്നെയാണ്. പക്ഷേ ഈ ഇടയ്ക്കൊക്കെ
അവളുടെ കയ്യിൽ നിന്ന് കുറച്ച് വീക്കും ഗ്രേക്ക് കിട്ടാറുണ്ട്. ഞാൻ എങ്ങനെയാണ് വീണ്ടും ബെറ്റർ ആകേണ്ടത്? ഈ സമയത്താണ് അവൻ, അതായത് ഗ്രേ, ഒരു കാര്യം കാണുന്നത്. ജീവനുള്ള മീനുകൾ. ഞാൻ ആദ്യമായിട്ടാണ് ജീവനുള്ളത്. നീ ഇറങ്ങിയിട്ട് ഒരു മീനെ കൈകൊണ്ട് പിടിച്ചേ. ഏ, ഞാനോ? അതെ, പക്ഷെ നിന്റെ കീ യൂസ് ചെയ്യാൻ പാടില്ല. എന്ത്? കീ യൂസ് ചെയ്യാൻ പാടില്ലെന്നോ? അവര് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മരിക്കത്തില്ലേ? അത് മാത്രമല്ല, ഇതിനെ റീപ്ലേസ് ചെയ്യാനുള്ള അതൊന്നും എനിക്കില്ല. ഹേ, നീ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കണ്ട. നീ ഇറങ്ങി ഒരെണ്ണത്തിനെ പിടിക്ക്. പിന്നെ കാണിക്കുന്നത് ആർത്തർ ഇറങ്ങിയൊരു മീനെ പിടിക്കാൻ നോക്കുന്നതാണ്. അത് വേഗത്തിൽ തന്നെ അവനെ പറ്റിച്ചുകൊണ്ടേയിരുന്നു. അവൻ പലതവണ നോക്കിയിട്ടും പിടിക്കാൻ പറ്റുന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം അവൻ ക്ഷീണിച്ച് അവിടെ ഇരുന്നു. അല്ല, ഇതൊക്കെ എന്തിനാണ്? എന്തായാലും പറ്റത്തില്ല. അത് മാത്രമല്ല, ഈ മീനെ കൈകൊണ്ട് പിടിക്കുന്നത് അത് നിയർലി ഇമ്പോസിബിൾ ആണ്. അത് നിനക്കും പറ്റത്തില്ലല്ലോ എന്നും പണ്ട് ആർത്തർ നോക്കിയപ്പോഴാണ് അവൻ ഞെട്ടിത്തെറിച്ചു പോയത്. ലേഡി വീരയുടെ കയ്യിൽ ഒരു മീൻ ഇരിക്കുന്നു. പക്ഷെ എങ്ങനെ? ഒരു തവണ ഉടച്ചി. തീർച്ചയായും അവൾ വീണ്ടും ഒരു മീനെ കൈകൊണ്ട് കോരിയെടുത്തു. അല്ല, എനിക്ക് മനസ്സിലായില്ല. ഒന്നുകൂടെ ചെയ്തേ. ആ, എനിക്കറിയാം. നീ നിന്നെ ട്രെയിൻ ചെയ്ത് കാണുമല്ലേ, നീ കൈവെക്കാൻ നേരത്തെ അടുത്തേക്ക് വരാനായിട്ട്. അതുകൊള്ളാം. ഞാൻ അതുപോലത്തെ ആളായിട്ടാണ് നിനക്ക് തോന്നിയത്. അങ്ങനെയല്ല. ഞാൻ ഈ മീനെ നിന്നോട് പിടിക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാവോ? ഈ മീനും നീയും ഏകദേശം ഒരുപോലെയാണ്. പെട്ടെന്ന് അവളൊരു അറ്റാക്ക് ചെയ്തു. ഗ്രേത് ഡോഡ്ജും ചെയ്തു. നിന്റെ റിയാക്ഷൻ സ്പീഡ് ശരിക്കും ഫാസ്റ്റ് ആണ്. അത് ശരിക്കും ഫാസ്റ്റ് ആണ്. പക്ഷേ അത് അൺടൈംഡ് ആയുള്ള ഒരു ഇന്റലക്ച്വൽ ഫീലിംഗ് ആണ് ഈ മീനെ പോലെ. എന്ത്? അൺടൈംഡോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്റെ ഒപ്പോണന്റ് അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ശരീരത്തുള്ള ആംസ് ഒക്കെ ഒന്ന് ഫ്ലെക്സ് ആകും. ആ ഒരു സെക്കൻഡ് നിന്റെ ബ്രെയിനിന് അത് മനസ്സിലാകുകയും നിന്റെ ശരീരത്തിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കുകയും അങ്ങനെയല്ലേ നീ റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ നിന്റെ ഒപ്പോണന്റ് ഒരു സ്റ്റുഡന്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഇൻഎക്സ്പീരിയൻസ് ഉള്ള ഒരു ഫൈറ്റർ ആണെങ്കിലും നിനക്ക് നന്നായിട്ട് തന്നെ അത് അഡ്വാൻറ്റേജിൽ എടുക്കാൻ പറ്റും. പക്ഷേ നീ ഇങ്ങനെയാണ് അൺട്രെയിൻഡ് ആയിട്ട് നിന്റെ ഈ എബിലിറ്റിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു ഒപ്പോണന്റിനെ അല്ലെങ്കിൽ ശരിക്കും എക്സ്പീരിയൻസ് ഉള്ള ഒരു ഒപ്പോണന്റ് വരാൻ നേരത്ത് നിനക്കത് ഡോഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ചുരുക്കം പറഞ്ഞാൽ ഈ മീനെ ഞാൻ പ്രൊഡിക്റ്റ് ചെയ്ത് അതിനെ പിടിച്ചത് കണ്ടോ? അപ്പോ ഞാനിതിനെ എങ്ങനെയാണ് ടൈം ചെയ്യേണ്ടത്? അത് നീ റിയാക്ട് ചെയ്യേണ്ട സമയത്ത് റെസ്പോണ്ട് ചെയ്യില്ലേ? അല്ലാതെ രണ്ടും സെയിം അല്ലേ? അല്ല, ഒരെണ്ണം മനഃപൂർവ്വമാണ്, മറ്റേത് നീ അറിയാതെ ചെയ്യുന്നതാണ്. രണ്ടും റെസ്പോണ്ട് ചെയ്യാനുള്ള ടൈം വ്യത്യസ്തമാണ്. അത് നീ എങ്ങനെയെങ്കിലും മാസ്റ്റർ ചെയ്യണം. എങ്കിൽ മാത്രമേ നിനക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ശരിക്കും ഫണ്ണാണല്ലോ. ആ, ഫണ്ണൊക്കെ മതി. നിനക്ക് സ്കൂളിൽ പോകാൻ സമയമായില്ലേ? നമുക്കെന്തായാലും ബാക്കി നാളെ നോക്കാം. പെട്ടെന്നാണ് അവിടേക്ക് ഒരാൾ വന്നത്. മാം, ഒരു കാര്യമുണ്ട്. മിസ്റ്റർ ഗ്രേ, നിക്കോ എന്ന് പറയുന്ന ഒരാൾ നിന്നെ വിളിക്കുന്നുണ്ട്. അർജന്റ് ആണെന്നാണ് പറഞ്ഞത്. സ്കൂളിന്റെ അവിടെ വലിയൊരു എക്സ്പ്ലോഷൻ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ സ്കൂളിലേക്ക് ആരും ചെല്ലണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫർദർ നോട്ടീസ് വരുന്ന പോലെ. അല്ല, നിക്കോ? ഈ സമയത്ത് ഗ്രേ ശരിക്കും ഞെട്ടിയിരുന്നു. ഗ്രേ, പോ, നിന്റെ സുഹൃത്തിനെ കണ്ടിട്ട് തിരിച്ചു വരൂ. പിന്നെ ഒരു കാര്യം മറക്കണ്ട, നീ പേടിച്ചു കഴിഞ്ഞാൽ നീ ചെളിയിലും താന്നുപോകും. സമാധാനമുണ്ടെങ്കിൽ നിനക്ക് കടലും നീന്തി കടക്കാൻ പറ്റൂ. അപ്പോ ഇന്നത്തെ നിന്റെ ക്ലാസ് എന്തായാലും ക്യാൻസൽ ആയിട്ടില്ലേ? നമുക്ക് വന്നിട്ട് നിന്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഈ സമയത്ത് പിന്നെ കാണുന്നത് ഗ്രേ അവിടേക്ക് ഓടി പോകുന്നതാണ്. ഇതെല്ലാം നമ്മുടെ ലേഡി വിറ നോക്കിക്കൊണ്ട് നിൽക്കുന്നുമുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്.